നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. തൃക്കാക്കരയിലുള്ള തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഒരുപക്ഷെ ഓണവുമായി ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ളതും ഈ ക്ഷേത്രത്തിനാണ്. ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചില വാമനമൂർത്തി ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. മഹാബലി പോലും ഇവിടെ പ്രതിഷ്ഠയായിട്ടുണ്ട്. വാമനമൂർത്തി ക്ഷേത്രം 2 സഹസ്രാബ്ദത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. പരശുരാമനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പം 108 ദിവ്യദേശങ്ങളിൽ ഒന്നായിട്ട് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തെ പട്ടികപ്പെടുത്തിയിട്ട് പോലുമുണ്ട്. ഭഗവതി, ശാസ്താവ്, ഗോപാലകൃഷ്ണൻ, ബ്രഹ്മരക്ഷസൻ എന്നിവരൊക്കെ ഇവിടുത്തെ ഉപദേവതകളായിട്ടിരിക്കുന്നവരാണ്. ഇപ്പം ഓണത്തോടനുബന്ധിച്ചിട്ട് ഉള്ള ഉത്സവത്തിനും മറ്റു പരിപാടികൾക്കുമായിട്ട് നമുക്ക് പിന്നിൽ കാണാൻ സാധിക്കും വലിയ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവോണ ദിവസങ്ങളിലൊന്നും നമുക്കിവിടെ കാലുകുത്താൻ സാധിക്കാത്ത വിധം വലിയ തിരക്കും ആഘോഷ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കാറുള്ളത്. നമുക്കിപ്പം ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ എന്തൊക്കെയായി എന്ന് നമുക്ക് പോയി കാണാം. തൃക്കാക്കര എന്താണ് തൃക്കാക്കരയ്ക്ക് വലിയ പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കാക്കരയുടെ പേര് തന്നെയാണ്. എന്തുകൊണ്ട് തൃക്കാക്കരയ്ക്ക് തൃക്കാക്കര എന്ന് പറഞ്ഞ പേര് ലഭിച്ചു? തൃക്കാക്കരയെ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് തിരുകാൽക്കര എന്നായിരുന്നു. തിരുകാൽക്കര എന്ന് പറയുമ്പോഴത്തേക്ക് മഹാവിഷ്ണു ഭഗവാൻ വാമനാവതാരത്തിൽ അവതരിച്ചപ്പോൾ ആദ്യമായി കാലുകുത്തിയത് ഇവിടെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരുകാൽക്കരയെ പിന്നീട് നമ്മൾ വിളിച്ച് തൃക്കാക്കര എന്ന് മാറുകയാണ് ഉണ്ടായത്. അപ്പം മഹാബലിക്കും വാമനനുമൊക്കെ ഈ ക്ഷേത്രവുമായിട്ട് എന്താണ് ബന്ധം എന്ന സ്വാഭാവികമായിട്ടൊരു ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ വരും. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഭാഗവതത്തിലെ വാമനാവതാരം എന്ന ഭാഗം ഒന്ന് വായിക്കേണ്ടി വരും. അപ്പം വാമനാവതാരത്തിൽ മഹാബലിയുടെ കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് മഹാബലി അന്നത്തെ കാലത്തെ വിഖ്യാതനായ ഒരു ഭരണാധികാരിയായിരുന്നു. മികച്ച ഭരണാധികാരി എന്ന് തന്നെ നമുക്ക് പറയാം. ഇദ്ദേഹത്തിൻ്റെ സദ്ഭരണത്തിന് ഒടുക്കം സ്വർഗലോകം പോലും മഹാബലിയുടെ ഭരണാധികാരത്തിന് കീഴിൽ പോകുമെന്ന ഭയം ഉണ്ടാവുകയുണ്ടായി. ഈ ഭയം ദേവന്മാരെ ബാധിക്കുകയും ദേവന്മാർ തപസ് ചെയ്ത് വിഷ്ണുവിനെ വരുത്തുകയും ചെയ്തു. വിഷ്ണു ഇതിനൊരു പരിഹാരമായിട്ട് വാമനാവതാരമായി മഹാബലിയുടെ അടുക്കൽ പോയി എന്നാണ് ഇതിഹാസം പറയുന്നത്. ഒടുക്കം വാമനായി അവതരിച്ച മഹാവിഷ്ണു മഹാബലിയുടെ യാഗശാലയിൽ ചെന്ന് 3 അടി മണ്ണ് ചോദിക്കുകയാണ്. അപ്പോൾ അതൊരു ആക്ച്വലി ഒരു ട്രിക്കായിരുന്നു. മണ്ണ് ചോദിച്ചയുടൻ ആദ്യത്തെ അടിയിൽ വാമനൻ ആകാശം മൊത്തവും കീഴടക്കുകയും 2ാമത്തെ അടിയിൽ ഭൂമിയും പാതാളവും, 3ാമത്തെ അടി വയ്ക്കാൻ നോക്കുമ്പോൾ സ്ഥലമെങ്കിലും കാണുന്നില്ല. ഒടുക്കം ഭവ്യതയോടുകൂടി മഹാബലി തല കുമ്പിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് വാമനൻ മഹാബലിയുടെ തലയിൽ ചവിട്ടുകയും സുതലത്തിലേക്ക് അയക്കുകയും ചെയ്തു എന്നാണ് ഇതിഹാസം പറയുന്നത്. ഇതൊക്കെ സംഭവിച്ചത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് വാമനൻ മഹാബലിക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും ചിങ്ങമാസം, അതായത് മഹാബലിയുടെ പിറന്നാൾ ദിവസം തൻ്റെ പ്രജകളെ കാണാനായിട്ട് മഹാബലിക്ക് തൻ്റെ നാട്ടിൽ തിരിച്ചെത്താമെന്നാണ് ഈ അനുഗ്രഹം. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓണമുള്ളത്. ഓണനാളിൽ മഹാബലി വരുന്നത് ഈ സുതലത്തിൽ നിന്നും തിരിച്ച് തൻ്റെ പ്രജകളെ കാണാൻ വരുന്നതായിട്ടാണ് ഐതിഹ്യം നിലനിൽക്കുന്നത്. തിരുവോണ ദിവസമാണ് പ്രധാന പരിപാടികളൊക്കെ നടക്കുന്നത്. തിരുവോണ ദിവസം മഹാബലിയെ എതിരേൽക്കൽ നടക്കും. തുടർന്ന് ദശാവതാര കളഭച്ചാർത്ത് നടക്കും. പിന്നെ ഗജവീരന്മാരുടെ സാന്നിധ്യത്തിൽ ശ്രീബലി നടക്കും. ഇതിനുശേഷം 10,000-കണക്കിന് മനുഷ്യർക്ക് ഓണസദ്യ ഇവിടെ ഉണ്ടായിരിക്കും. വൈകുന്നേരം എഴുന്നള്ളത്തും ആറാട്ടോടും കൂടിയാണ് ഇതൊക്കെ സമാപിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ എല്ലാ വർഷത്തെയും ഓണം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നത്.